ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ബ്രെഡ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ എല്ലില്ലാത്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയൊരു പീസ് ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ മയോണൈസും വേണം. ഇനി ഇതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ക്യാബേജ് ഇട്ടു, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത ചിക്കനും ചേർക്കുക. ഇനി ആവശ്യത്തിന് മയോണൈസ് ചേർക്കുക, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ചേർക്കുക. ഇനി ഒരു ബ്രെഡ് എടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഈ കൂട്ടൊന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് അടുത്ത ബ്രെഡ് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു സാൻഡ്വിച്ചിൻ്റെ അച്ചെടുത്തിട്ട് തീയിൽ ഇതുപോലെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ അച്ചില്ലാത്തവർ ഫ്രൈങ് പാനിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാലും മതി. 2 ഭാഗത്തും ഓരോ മിനിറ്റ് വീതം ഇതുപോലെ തീ കാണിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ 2 ബ്രെഡും തമ്മിൽ നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.